മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട്. ടി.വി.കെ സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിനിടെയാണ് പ്രഖ്യാപനം. എം.ജി. പ്രദേശ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദേശ്, ഇപ്പോൾ തമിഴ്നാട് ബജറ്റ് പ്രഖ്യാപനത്തിൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജനപ്രിയ പ്രഖ്യാപനമായിരിക്കും. പക്ഷേ അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ നമുക്കുണ്ടാകും. എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനം? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? മധു, കേരളത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് തമിഴ്നാട് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തും എന്നതാണ് നിലവിൽ ധനമന്ത്രി മാരി പറഞ്ഞിരിക്കുന്നത്. ഈ നേരത്തെ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. സർക്കാർക്ക് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ടി.വി.കെ നൽകിയ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തും എന്നതായിരുന്നു പ്രധാനമായും ടി.വി.കെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി തന്നെ ഉയർത്തിക്കാട്ടിയത്. ഇതാ ഈ കമ്പം, തേനി മേഖലകളിലൊക്കെ തന്നെ ടി.വി.കെക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു സ്വീകാര്യത തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ പ്രഖ്യാപനത്തോടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. ആ പ്രഖ്യാപനം നടപ്പിലാക്കും എന്നതാണ് പ്രധാനമായും ഇന്നത്തെ ബഡ്ജറ്റിൽ വിജയ് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ കമ്പം, തേനി മേഖലയിൽ ജലദൗർലഭ്യം വളരെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ജലനിരപ്പ് ഉയർത്താനുള്ള ഒരു തീരുമാനം. നയപ്രഖ്യാപനത്തിൽ വിജയുടെ ആ ഒരു പ്രഖ്യാപനവും നേരത്തെ വലിയ വിവാദമായിരുന്നു. കേരളത്തിന് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുവദിക്കില്ല ഒരു കാരണവശാലും എന്ന വിജയ് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വലിയ വിമർശനം കേരളത്തിൽ നിന്നുൾപ്പെടെ തമിഴ്നാട് സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് ഈ ബഡ്ജറ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജലനിരപ്പ് ഉയർത്തും. നിലവിൽ 136 അടിയാണ്. ഈ സുപ്രീം കോടതി ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ ശേഷം ഇത് ജലനിരപ്പ് ഉയർത്താമെന്നുള്ള ഒരു അനുമതി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി അനുമതി ലഭിച്ചിട്ടും ഈ ജലനിരപ്പ് ഉയർത്താത്തതിൽ കഴിഞ്ഞ സർക്കാരിനെതിരെയും ഈ സർക്കാരിനെതിരെയും ജനങ്ങൾക്കിടയിൽ തന്നെ, തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ തന്നെ വിമർശനമുണ്ട്. ആ വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജലനിരപ്പ് ഉയർത്തുമെന്നുള്ളൊരു തീരുമാനം. പക്ഷേ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കേരളത്തിനുണ്ടാക്കുന്ന ആശങ്ക, ആഘാതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ളതാണ് ടി.വി.കെയുടെ സമ്പൂർണ്ണ ബജറ്റിലുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കോടതിയിലേക്കുള്ള കാര്യമായതുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാം.